അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻഡോ ചൈനീസ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ടറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. പിന്നെ എന്തെങ്കിലും ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 450 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇത് വാഷ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലവണ്ണം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ എപ്പോഴും ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കലായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായി കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 മുട്ട, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈവച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ വല്ലാതെ ടൈറ്റായി ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, എൻ്റെത് അത്യാവശ്യം ഒരു ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ബൗളിലേക്ക് എടുക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനെഗർ കൂടി ആഡ് ചെയ്യണം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഈ ചിക്കൻ ഓരോരോ പീസായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം തിക്കി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് സ്പേസ് വെച്ചിട്ട് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നല്ലവണ്ണം കുക്ക് ചെയ്യാം. കാരണം ഇതിന് ഈ ഒരു കുക്കിംഗ് ടൈം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ സോസിൽ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായി കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പാനിൽ നിന്ന് മാറ്റിയാണ്. ഇങ്ങനെ എല്ലാ ചിക്കൻ സ്ട്രിപ്സും പൊരിച്ചെടുക്കുക. അപ്പം ഇതിങ്ങനെ വെറുതെ ചായക്കടിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ചിക്കൻ പക്കോടൊക്കെ പോലെ തന്നെ ഉണ്ടാവും. ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ഏകദേശം ചേഞ്ചായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 കാഷ്യൂ നട്ട്സാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. കാഷ്യൂ നട്ട്സ് നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ 5 മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ കാഷ്യൂ നട്ട്സിൻ്റെ കളറും മാറുന്നത് വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം.
അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ സോസിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, സോസും ചിക്കനൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് വരുന്നത് വരെ മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.